1975 കാലഘട്ടത്തിൽ നടക്കുന്ന പ്രണയകഥയാണ് ചിത്രം പറയുന്നത്. ആ കാലയളവിൽ സംഭവിച്ച യഥാർത്ഥ കഥയെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ചിത്രം കൂടിയാണിത്. അടിയന്തരാവസ്ഥ കാലത്തെ രാഷ്ട്രീയ പശ്ചാത്തലത്തിലൂടെ മനോഹരമായ ഒരു പ്രണയകാവ്യമാണ് ചിത്രത്തിലൂടെ അനാവരണം ചെയ്യുന്നത്. എന്നാൽ ഇതൊരു രാഷ്ട്രീയ ചിത്രമല്ല. കായൽ തീരത്ത് ജീവിക്കുന്ന സാധാരണക്കാരായ ഒരു കൂട്ടം മനുഷ്യരുടെ ജീവിതത്തിലൂടെയാണ് ചിത്രം ഇതൾ വിരിയുന്നത്. പുതുമുഖങ്ങൾക്ക് പ്രാധാന്യം നൽകി അണിയിച്ചൊരുക്കുന്ന ഈ ചിത്രത്തിലെ നായകനും നായികയും നിഹാലും ഗോപിക ഗിരീഷുമാണ്. ഇത് ഈ സിനിമ അടിയന്തരാവസ്ഥ കാലത്തെ അനുരാഗം എന്ന സിനിമ ഇന്നിപ്പോ കണ്ടിറങ്ങി കഴിഞ്ഞിട്ടുള്ള ആളുകളുടെ ഒരു അഭിപ്രായങ്ങളൊക്കെ കേട്ടതില് വളരെ നന്നായിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതിന്റെ പ്രകൃതി രമണീയമായ അകത്തുമുറി എന്ന സ്ഥലവും അതിനോട് ചുറ്റിപ്പറ്റിയുള്ള എല്ലാ അനുബന്ധന സംഭവ വികാസങ്ങളെല്ലാം വളരെ നന്നായിരിക്കുന്നു എന്നുള്ള അഭിപ്രായമാണ് ഞാൻ പലരിൽ നിന്നും ചോദിച്ചപ്പോൾ മനസ്സിലായത്. വരുന്നൊരു സിനിമയാണ്. കാരണം നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒരു കാലഘട്ടം, ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ ഞങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. പക്ഷെ ഇന്നത്തെ തലമുറയ്ക്ക് അത് ഓർമ്മയില്ലാത്ത ഒരു കാലഘട്ടത്തിൽ ഇതിൽ പുനരാവിഷ്കരിച്ചിരിക്കുകയാണ്. സംഗീതത്തിന് വളരെ പ്രാധാന്യമുണ്ട്. നമുക്കറിയാം ആലപ്പി അഷ്റഫ് എന്ന് പറയുന്ന സംവിധായകന്റെ ക്രാഫ്റ്റ് എന്താണെന്നുള്ളത്. അദ്ദേഹത്തിന്റെ പഴയകാല സിനിമകളൊക്കെ നോക്കിയാൽ നമുക്ക് ഇന്നും മനസ്സിൽ നിൽക്കുന്ന പാട്ടുകളുണ്ട്. ഇതിൽ മനോഹരമായ പാട്ടുകൾ ചിത്രീകരിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, ഇതിലെ കഥാപാത്രങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുന്നത് വളരെ വ്യത്യസ്തമായ പുതുമുഖങ്ങളാണെന്ന് നമുക്ക് ഫീൽ ചെയ്തില്ല. കാരണം ഇതിലെ നായകനായിട്ട് നിഹാലും നായിക ഗോപികയുമാണ്. പക്ഷെ അവരുടെ പെർഫോമൻസും അതിൽ പങ്കെടുത്ത ഓരോരുത്തരുടെയും പെർഫോമൻസ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് അവരെ കഥാപാത്രങ്ങൾക്ക് എത്രമാത്രം ആപ്റ്റാണോ അതുപോലെ ഇഴിക്കാൻ അഭിനയിച്ചിരിക്കുന്നത്. പുതുമുഖങ്ങളാണ് നമുക്ക് ഫീൽ ചെയ്യാത്ത രീതിയിൽ. ഒന്നുകൊണ്ടും നമുക്ക് ബോറടിക്കാതെ മനോഹരമായ ഒരു ഫാമിലി എന്റർടൈനർ ആണ് ഈ സിനിമ. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു. അടിയന്തരാവസ്ഥയെക്കാലം കണ്ടിറങ്ങിയ പ്രതീതിയാണ്. കാര്യം ഒരു 1975 കാലഘട്ടം റീക്രിയേറ്റ് ചെയ്യുന്ന വലിയ ഒരു കടമ്പ തന്നെയാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. അന്ന് മൊബൈൽ ഫോൺ കാര്യങ്ങൾ നെറ്റൊന്നും ഇല്ലാത്തൊരു അന്നത്തെ പ്രേമം, അന്നത്തെ പാട്ടുകൾ, ആ ഒരു പരിസരം, ദാസേട്ട പാട്ടുകൾ, ശ്രേയാ ഘോഷാല്, അപ്പം അവരുടെയൊക്കെ പാട്ടുകൾ തന്നെ, നജി മർഷാദ് പാട്ടുകൾ തന്നെയാണ് ഈ പടത്തിന്റെ മെയിൻ ഹൈലൈറ്റ്. പിന്നെ ആ ഒരു കാലഘട്ടത്തെ പ്രണയം, ആ ഒരു 75 കാലഘട്ടത്തിലെ വളരെ കമ്പ്യൂട്ടർ ഒന്നും ഇല്ലാത്ത ടൈപ്പ് റൈറ്റിംഗ് പ്രണയം, അതൊക്കെ നമുക്കൊരു ശരിക്കും ഇപ്പോഴത്തെ തലമുറയ്ക്ക് പുതിയൊരു ഉണർവായിരിക്കും കണ്ടിരിക്കാൻ പറ്റും. ഹാഷിം ഷാ, കൃഷ്ണ തുളസിഭായ്, മായ വിശ്വനാഥ്, കലാഭവൻ റഹ്മാൻ, ടോണി, ഉഷ, ആലപ്പി അഷ്റഫ്, ഫെലിസിറ്റ, പ്രിയൻ, അനന്തു കൊല്ലം, ജെ കുറ്റിക്കാട്, പോൾ അബൂബക്കൻ, മുന്ന, ലിയ കാപ്പിൽ, എ കബീർ എന്നിവരും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു. മുൻ ആലപ്പി അഷ്റഫ് ചിത്രങ്ങളിലൂടെ ഹൃദയഹാരിയായ ഗാനങ്ങൾ ആസ്വദിച്ച പ്രേക്ഷകർക്ക് ഈ ചിത്രത്തിലൂടെയും കാവ്യഭംഗി തുളുമ്പുന്ന മെലഡിയുടെ മാന്ത്രിക സ്പർശമുള്ള ഗാനങ്ങൾ സമ്മാനിക്കുന്നു. രചനാ ഗാനങ്ങൾ ടൈറ്റസ് ആറ്റിങ്ങൽ, സംഗീതം അഫ്സൽ യൂസഫ്, KJ ആന്റണി, TS ജയരാജ്, ഗായകർ യേശുദാസ്, ശ്രേയ ഘോഷൽ, നജീം ഹർഷാദ്, ശ്വേത മോഹൻ, ഛായാഗ്രഹണം VT മണി, എഡിറ്റിംഗ് L ഭൂമിനാഥൻ, കലാസംവിധാനം സുനിൽ ശ്രീധരൻ, മേക്കപ്പ് സന്തോഷ് വെൺപകൽ, കോസ്റ്റ്യൂം ഡിസൈൻ തമ്പി ആര്യനാട്, ഫിനാൻസ് കൺട്രോളർ ദില്ലി ഗോപൻ, ലൈൻ പ്രൊഡ്യൂസർ A കബീർ, പ്രൊഡക്ഷൻ കൺട്രോളർ പ്രതാപൻ കലിയൂർ. എക്സ്പീരിയൻസ് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞങ്ങൾ വിചാരിക്കാത്തതിൽ നന്നായിട്ട് വന്നിട്ടുണ്ട് ഔട്ട്. പടത്തെ കുറിച്ച് പറയുന്നത് തികച്ചൊരു 1975 സ്റ്റോറിയാണ്. ഒരു വിന്റേജ് എക്സ്പീരിയൻസ് ആവും എല്ലാവർക്കും. അത്യാവശ്യം വർക്കലൊക്കെ അകത്ത് വക്കും നടന്ന പ്ലേസാണ്. പിന്നെ നമ്മുടെ ഫൈറ്റ് സീൻ എന്നുള്ള ആരും കാണാത്തൊരു കാലഘട്ടമാണ്. ഇതിപ്പം ഈ പടം കാണുന്നതിനുള്ള ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് അത് ആ ഒരു കാലഘട്ടം എക്സ്പീരിയൻസ് ഇതില് ഫൈറ്റ് എല്ലാവരും കാണുന്ന ഒരു ഫൈറ്റാണ്. ഡ്യൂപ്പ് ഇല്ലാതെ ചെയ്തതാണ്. മാഫിയ ശശി സാറായിരുന്നു സ്റ്റാൻഡേർഡ് ഡയറക്ടർ. അത്യാവശ്യം ഹെക്ടിക് സീൻസ് കാര്യങ്ങളൊക്കെ. കാരണം നമ്മൾ അടിയന്തരാവസ്ഥ കാലത്ത് ഏകദേശം ഒരു 1975 അല്ലെങ്കിൽ ഒരു 50 വർഷം പുറകിലേക്കുള്ള ഒരു ചിത്രമായിട്ട് നമുക്ക് കാണുന്നത്. അപ്പൊ ആ 50 വർഷക്കാലത്തിന് പഴക്കം അതിന് മുൻപുള്ള അത് നമുക്കിനി കാണാൻ സാധിക്കില്ല. അത് മാത്രമായിട്ടുള്ള ഒരു വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു ചിത്രമാണ്. തീർച്ചയായും ഒരു ക്രിസ്ത്യൻ പശ്ചാത്തലമുള്ള ഒരു കുടുംബത്തിന്റെ ഒരു കഥയാണ്. ആ വിശ്വാസത്തിൽ വളർന്നു വരുന്ന ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു മെസ്സേജാണ് ചിത്രം കൊടുക്കുന്നത്. കൊല്ലം ജില്ലയിലെ അകത്തുമുറിയിലും പരിസരങ്ങളിലുമായി ചിത്രീകരണം പൂർത്തിയായ സിനിമ ഡിസംബർ 29-ന് കൃപ ഫിലിം സൊല്യൂഷൻസ് K മൂവീസിലൂടെ തിയേറ്ററിലെത്തി. ഫോട്ടോ ഹരി തിരുമല, PRO MK ഷിജിൻ.
എം കെ ഷെജിൻ. ന്യൂസ് ബ്യൂറോ, ചാനൽ 91.